ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് കൈറോയിലേക്കാണ്. കൈറോനെ പറ്റി പറയുമ്പോൾ ഒരുപാട് പഴക്കമുള്ള ഒരുപാട് ചരിത്രമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളെ കൂടെ മോഞ്ചി വരുന്നില്ല. മോഞ്ചിക്ക് ഇന്ന് അദ്ദേഹത്തിൻ്റെ ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആള് ഒരു ഡ്രൈവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയുള്ള കാഴ്ചകളൊക്കെ അവിടെ പോയി കാണാം. വെൽക്കം ടു മൈ വീഡിയോ. ആ മുമ്പിലുള്ള വണ്ടി തന്നെ. السلام عليكم. وعليكم السلام محمد عامل ايه؟ الحمد لله تمام كويس. ويلكم تو ايجيبت زين تمام كويس بلاد زين. പിന്നെ മുഹമ്മദിനെ പറ്റി പറയുമ്പോൾ ഇവൻ 3 വർഷം സൗദിയിലുണ്ടായിരുന്നു. അവിടെ ജോലിയൊന്നും ഇഷ്ടപ്പെടാതെ തിരിച്ചു വന്നതാണ്. ഇപ്പോൾ ഈജിപ്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ടാക്സി സർവീസ് നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അറബി പറയാൻ കുറച്ച് എളുപ്പമായി. കാരണം ഈ ഈജിപ്ഷ്യൻ്റെ അറബി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റൈലുണ്ടായിരുന്നു. അവർക്കൊക്കെ ഷോർട്ടാണ് അല്ലെങ്കിൽ ലെങ്ത്താണ്, അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇവനിക്കാണെങ്കിൽ അവിടെ ഈ സൗദിയിലുണ്ടായതുകൊണ്ട് അറബിയും കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയുന്നുണ്ട്. അതുകൊണ്ട് നന്നായി. അപ്പോൾ ഇനി നല്ല നല്ല കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഈ ഞങ്ങളെ കൂടെ വന്ന ഡ്രൈവർ ഉണ്ടല്ലോ, മോഞ്ചാക്കി തന്ന ഡ്രൈവർ മുഹമ്മദ്, ഞങ്ങളോടിപ്പോൾ നല്ല ചങ്ങായി ആയി കേട്ടാ. തമാശയൊക്കെ പറയാനും ചിരിക്കാനും. പക്ഷെ ഭാഷ പ്രശ്നമൊന്നുള്ളൂ. മുഹമ്മദ് കന്നി വാഹദ് ഗാൻ അറബി സോങ് تكلم عربي؟ لا سing اغني؟ ايوه ما بعرفش. عرب ما بعرف. اي عرب. اغني ايش كلام طيب؟ شوي قبل انا سي انت سوا. هذا كندا هذا. غني ഗുണ്ടാടി ഗുണ്ട നമികെ ബാണ്ട അതുള്ളാനെ തീണ്ട അമ്മ വന്ദേ കട്ടാടു കൈ കെട്ടി വായി കെട്ടി കിരടി ദിക്കോ മുട്ടാടു. എന്താ എന്താ വാഹ انا ممكن شغل كاسيت. لا ممنوع. انت سوي لازم 2 لين باس ما في زياده. عربي. حبيبي يا نور العين يا ساكن خيالي عاشق بقالي سنين ولا غيرك في بالي. حبيبي يا نور العين يا ساكن خيالي عاشق بقالي سنين ولا غيرك في بالي. حبيبي 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 ما شاء الله ما شاء الله. ഞങ്ങളിപ്പോൾ കൈറോയിലേക്ക് എത്തി. കൈറോ എന്ന് പറയുമ്പോൾ ജനങ്ങളെ കൊണ്ടും വാഹനങ്ങളെ കൊണ്ടും തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ്. ഒരുപാട് ക്രൗഡുകളുള്ള സ്ഥലമാണ് ഈ കൈറോ. പക്ഷേ റോഡുകളൊക്കെ കാണുമ്പോൾ ഒരു യൂറോപ്യൻ ലുക്കാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. വളരെ വിസ്താരത്തിലാണ് റോഡൊക്കെ കിടക്കുന്നത്. ഈ കൈറോയിലുള്ള പള്ളികളുണ്ടല്ലോ, വലിയ 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 പള്ളികളാണ് കേട്ടോ അവിടെ. അത് ഭയങ്കര അത്ഭുതം തന്നെ. പള്ളി ഏത് സ്ഥലത്താണെങ്കിലും വലിയ വലിയ പള്ളികളാണ്. ഇവിടുത്തെ എല്ലാ പ്രധാന പള്ളികളിലും ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോ കാണുക, കാത്തിരിക്കുക. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അൽ അസർ മസ്ജിദും യൂണിവേഴ്സിറ്റിയൊക്കെ കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഈ അസറിലത്തെ പ്രധാന കേന്ദ്രങ്ങളൊക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ കൂടെ വന്ന ഡ്രൈവർ മുഹമ്മദ് എല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒന്നും അറിയില്ല. മസ്ജിദ് ഈ ഭാഗത്താണ് ഉള്ളത്. അപ്പോൾ അവൻ പറഞ്ഞു ആദ്യം നമുക്ക് ഇങ്ങോട്ടെല്ലാം കണ്ടിട്ട് പിന്നെ തിരിച്ചു വരാം. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത്
അൽ അസർ പാർക്കിലേക്കാണ് കേട്ടോ. അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഇത്. വളരെ വിശാലമായിട്ടുള്ള പാർക്കാണ്. ഇവിടുന്ന് ഉയരത്തുനിന്നും അതുപോലെ കൈറോൻ്റെ ഭാഗങ്ങളൊക്കെ കാണുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ചുറ്റും നമുക്ക് റൗണ്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ ഈ അസ്ഹർ പാർക്കിലേക്ക് എൻട്രി ആകുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുക. എല്ലാ സൗകര്യവും ഇതിൻ്റെ അകത്തുണ്ട്. ബാത്റൂം ആണെങ്കിലും അതുപോലെ ചെറിയ സ്നാക്സ് കഴിക്കുന്ന സ്ഥലമാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. കാണുക നിങ്ങൾക്ക്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ കുറച്ച് ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലമുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ ഈ കൈറോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് നമ്മളെ മുഹമ്മദ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പള്ളിയിലത്തെ കാഴ്ച കാണാൻ പോകേണ്ടത്. അത് ഇതിൽ തന്നെ പോകാനുള്ള വഴിയുണ്ട്. ഈ പാർക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഉയരത്തിലുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ വന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, അതായത് കൈറോയിൽ കിടക്കുന്ന പള്ളികളും മറ്റു ഉയരത്തിൽ നിൽക്കുന്ന ബിൽഡിങ്ങുകളും ഒക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയ സമയം എന്ന് പറയുമ്പോൾ 11:30 കേട്ടോ. 11:30 മണിയായിട്ടുണ്ട്. പക്ഷേ നല്ല കാലാവസ്ഥയാണ്. ആ കാറ്റിൻ്റെ ശബ്ദം നിങ്ങൾ ക്യാമറയിൽ കൂടി കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. മുഹമ്മദ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നത് ഇതൊരു പ്രധാനപ്പെട്ട പാർക്കാണ്. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് വൈകുന്നേരത്തൊക്കെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ താഴത്ത് കുറച്ച് നല്ല സ്ഥലമുണ്ട്. ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കാണുന്നത് പഴയ ബിൽഡിംഗാണ് കൈറോയിലുള്ള കേട്ടോ, ഓൾഡ് കൈറോ. അപ്പോൾ ഇവിടെ തന്നെയാണ് അൽ അസർ മസ്ജിദ് ഉള്ളത്. നമ്മളവിടെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഉയരത്തു നിന്നുള്ള ഒരു കാഴ്ച കാണാനുണ്ട്. അങ്ങോട്ടാണ് ഇപ്പോൾ മുഹമ്മദ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ആ കാണുന്നതാണ് സലാഹുദ്ദീൻ അയ്യൂബിൻ്റെ കോട്ട. അവിടെ ഒരു പള്ളി കാണുന്നുണ്ട്. അത് ഒരു തുർക്കി സ്റ്റൈലിലുള്ള പള്ളിയാണ്. ആ കോട്ടയിൽ ഞങ്ങൾ പോകുന്നുണ്ട്. അവിടെ വെച്ച് വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണുക. മോളെ അതിനു അസ്ഹർ പാർക്കിൽ നമ്മൾ വന്നിട്ടുള്ള അല്ലേ, മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ബാപ്പ ഈ കൈറോ ഗേറ്റ് ഇല്ലേ, അതിൽ മുന്നേ കയറിയിരുന്നു. അപ്പോൾ കാണുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അതിനായിട്ടും ക്ലിയർ ആയിട്ട് അടുത്തായിട്ട് കാണാൻ പറ്റുന്നു കേട്ടോ അല്ലേ. ഈ പാർക്ക് ഞങ്ങൾ വിചാരിച്ചതുപോലെ അല്ല കേട്ടോ. ഇത് വലിയ പാർക്കാണ് കേട്ടോ. ഇനിയും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞങ്ങളുടെ ടൈം ഇവിടെ തന്നെ പോകുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് തുടങ്ങാം. ഇതൊക്കെ പാർക്കിൽ പെട്ട സ്ഥലമാണ്. അവിടെ നിന്ന് മുതൽ ഇങ്ങനെ വന്നാൽ ഇതൊക്കെ ഓൾഡ് കൈറോ, ഓൾഡ് ബിൽഡിംഗ് ആണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. വെള്ളം വേണ്ട ഉമ്മാക്ക്. ഇവിടെ സ്നാക്സ് അതുപോലെ ചായയൊക്കെ കുടിക്കുന്ന ചെറിയൊരു കഫ്റ്റേരിയ ഉണ്ട്. ഇപ്പം ഞങ്ങൾക്ക് വെള്ളമാണ് വേണ്ടത്. അതിനൊപ്പിനോ എങ്ങനെയുണ്ട് മോളെ കാഴ്ച? സൂപ്പർ, അടിപൊളിയല്ലേ അല്ലേ? ഈ പൂ മണക്കുന്നുണ്ട്, നല്ല മണമുണ്ട് അല്ലേ? പൂവിൻ്റെ മണമല്ലേ ഇത്? നോക്കട്ടെ ഞാൻ. ആ പൂവിൻ്റെ മണം തന്നെ. ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ അവിടെ. ചെമ്പരത്തി ഉണ്ട്, അതുപോലെ ചെറിയ ചെറിയ പൂക്കളുണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഈ ഗാർഡൻ അല്ലേ, പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്ന ആ ഒരു കാഴ്ച. ആ എവിടെ ചെമ്പരത്തി? ഇതവിടെ ഉണ്ട് ചെമ്പരത്തി. ചെമ്പരത്തി പൂവേ ചൊല്ലി. ഈ പാർക്കിലെ കാഴ്ചകൾ കണ്ടു തീരാൻ ഒരു ദിവസം ഫുള്ള് വണ്ടി വരും കേട്ടോ. അത്രയ്ക്കും വലിപ്പത്തിലും
പല നല്ല നല്ല സീനുകളുമാണ് ഇവിടെ ഉള്ളത്. ഫിഷ് സമക്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടയും ആ പള്ളിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. How are you? 你就不搁仔了，快丢个朋友。比个爱心，爱你哦。丢个朋友给他了吧？ പാർക്കിൽ വെച്ചിട്ട് ഒരു ചൈനീസ് കുട്ടിയെ കണ്ടുപിട്ടി കേട്ടാ. ദാദാ യു സീ ബൈ ബൈ 跟他说拜拜拜。拜讲拜拜。要跟他说哎呀，太好了，我特别好。快点丢个朋友。 ഇവരെ പേരൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതാ ഇവിടെ ഉണ്ട്. എത്ര ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും മതിവരാത്ത കാഴ്ചകളാണ് ഈ പാർക്കിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരലുണ്ട്. സാധാരണ ഈ ഫാമിലികൾ ഒന്നിച്ച് വന്നിട്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ചിരിക്കുന്നതും ആഹ്ലാദിക്കുന്നതും ആ സീനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫാമിലികളെ വീഡിയോസ് ഞാൻ ചെയ്യുന്നില്ല, അത് അവരെ പെർമിഷൻ ചോദിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം പോവും. ഇതാ ഇതെന്ത് വള ഇതിൽ പോവും. मोहम्मद जमील जैन जैन लेकिन वक्त माफ़ी ज़्यादा सिर्फ ताने मकान खलास അങ്ങനെ ഞങ്ങൾ ഈ അസ്ഹർ പാർക്കിലെ ഏകദേശ കാഴ്ചകളൊക്കെ പകർത്തി ഇപ്പം ഞങ്ങൾ ഇനി ഇവിടെ അടുത്ത എല്ലാം ഒന്നിച്ച് കാണുന്ന സ്ഥലമുണ്ടെന്ന് മുഹമ്മദ് പറയുന്നുണ്ട്. ആ ഭാഗത്താണ് ഞങ്ങൾ പോകുന്നത്. കുട്ടികളൊക്കെ വെള്ളം കുടിച്ചിട്ട് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. വേണ്ടുന്നത്ര ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അപ്പിനും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു. അതിന് വേണമെങ്കിൽ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അസ്ഹർ പാർക്കിൻ്റെ അകത്ത് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ, ഒരുപാട് ആൾക്കാരുടെ രൂപത്തിലുള്ള ഫോട്ടോസ് എടുക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അത് കാണുക. നാം നാം ഏയ് വാഹിദ് كلم هذا هي ايجيبشن محمد علي اوكي عمده ايجيبشن هي هندي هي فرعوني هي صلاح الدين الايوبي ഓക്കെ. ഇദ്ദേഹം പറഞ്ഞ സ്റ്റൈലിലൊക്കെ നമുക്ക് ഇവിടുന്ന് മനോഹരമായ ഫോട്ടോ എടുക്കാൻ സാധിക്കും. അതേപോലെ ഇതിൻ്റെ അകത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ കുട്ടികൾക്കുള്ള. അങ്ങനെ ഞങ്ങൾ അൽ അസ്ഹർ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി അൽ അസ്ഹർ മസ്ജിദൊക്കെ നിൽക്കുന്ന സ്ഥലമുണ്ട്, അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ വണ്ടി കൊണ്ടുപോകാൻ സാധിക്കില്ല, പാർക്കിംഗ് കിട്ടിയില്ല, ഒരുപാട് ക്രൗഡുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് അവിടെ 2-3 സ്ഥലങ്ങളുണ്ട് കാണാനെന്നാണ് മുഹമ്മദ് പറഞ്ഞത്.